കൂട്ടുകാർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നും അറിയാത്തവർക്ക് പോലും വളരെ എളുപ്പത്തിൽ 1 മിനിറ്റ് പോലും ചിലവാക്കാതെ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതുപോലത്തെ ഒരു അടിപൊളി ഹെയർ ക്ലിപ്പ് വളരെ സിമ്പിളായിട്ടും അതുപോലെ തന്നെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും ഈ ഒരു ഹെയർ ക്ലിപ്പ് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് എന്നാൽ ക്വാളിറ്റി കൂടിയ സാറ്റിൻ റിബണാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ക്വാളിറ്റി കുറഞ്ഞെടുക്കാം, വിൽക്കാനാണെങ്കിൽ ക്വാളിറ്റി ഉള്ളത് തന്നെ എടുക്കാം കേട്ടോ. 21 സെൻറ്റിമീറ്ററിലും 4 സെൻറ്റിമീറ്റർ വീതിയിലും 21 സെൻറ്റിമീറ്റർ നീളത്തിലാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം നമുക്കൊരു സ്കെയിൽ വേണം. സ്കെയിൽ എടുത്തതിന് ശേഷം വേണ്ട ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ നമ്മൾ ചുറ്റി കൊടുക്കുക കേട്ടോ. ആ സ്കെയിലിൻ്റെ അളവിൽ നമ്മൾ ഇതുപോലെ ചുറ്റി കൊടുക്കുക. വളരെ എളുപ്പമാണ്, വളരെ സിമ്പിളാണ്, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവർക്ക് പോലും പൊടി പിള്ളേർക്ക് പോലും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഹെയർ ക്ലിപ്പാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ ഇവിടം വരെ നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ ചുറ്റിയെടുത്ത് പതുക്കെ ഇതുപോലെ ഒന്ന് ഊരിയെടുക്കുക. ആ സ്കെയിൽ പതുക്കെ ഇതുപോലെ ഒന്ന് ഊരിയെടുത്തിട്ട് 2 സൈഡും ഒരുപോലെ ചെറുതായിട്ടും തട്ടി കൊടുക്കുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടും. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് ചരിച്ച് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കണം. ഇതുപോലെ ഈ കാണുന്ന കണക്ക് തന്നെ ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തോട്ട് അറ്റം വരെ അങ്ങ് പോകേണ്ട. ഒരു നടുക്ക് ഭാഗത്തുനിന്ന് ഈ അറ്റത്തെ അടുക്ക് ഭാഗത്തുനിന്ന് മറ്റേ അറ്റത്തെ അടുക്ക് ഭാഗം വരെ ഇതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ നമ്മൾ ചെറുതായിട്ടൊന്ന് വെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൂർത്തിരിക്കാൻ പാടില്ല. ഇതിൻ്റെ സെൻറ്റർ ഭാഗം വന്നിട്ട് ഇങ്ങനെ കൂർത്തിരിക്കാൻ പാടില്ല. ഒന്ന് വളഞ്ഞ് വേണം. എന്ന് പറഞ്ഞാൽ ഒരു വട്ടത്തിൻ്റെ പകുതി പോലെ, ഒരു ഫ്ലവറിൻ്റെയൊക്കെ ഇതളുണ്ടല്ലോ, സാധാ ഫ്ലവറിൻ്റെ ഇതൾ പോലൊക്കെ നമുക്കൊന്ന് ചരിഞ്ഞ് ഒരു വട്ടത്തിൻ്റെ പകുതി പോലെ നമുക്ക് കിട്ടണം. ഇതുപോലെ കോണാകൃതിയിലല്ല, ഒരു ചെറിയൊരു വട്ടത്തിൻ്റെ ആകൃതി പോലെ കിട്ടണം. അതിനുശേഷം നമ്മൾ ആ വെട്ടിയ അതേപോലെ തന്നെ നമുക്ക് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കണം. കണ്ടല്ലോ, ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക. വളരെ മൈൽഡായിട്ട് വേണം ഉരുക്കി കൊടുക്കാൻ വേണ്ടി. അകത്തോട്ടോ മുകളിലോട്ടോ ഒന്നും കയറിപ്പാൻ പാടില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ ഫ്ലവറിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടത്തില്ല കേട്ടോ. ഒരു ഏകദേശ രൂപം വെച്ചിട്ടോ, അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടും ചെയ്യണമെന്നില്ല, എങ്കിലും ഒരു ഏകദേശം ഒരു രൂപം വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ നമുക്ക് റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പുതിയ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ നൂല് സെയിം കളർ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്, അതായത് നമ്മുടെ സൂചിയിൽ ഇങ്ങനെ കോർത്ത് പോവാണ് കേട്ടോ. നമ്മൾ നൂലിനകത്ത് മുത്ത് കോർക്കുന്ന കണക്ക് തന്നെ സൂചിയിൽ നമ്മൾ ഇതുപോലെ തുണി ഇങ്ങനെ റിബൺ ഇങ്ങനെ കോർത്ത് പോവുക. അപ്പോൾ ഇത് ക്വാളിറ്റി കൂടിയ റിബണാണ് കേട്ടോ എടുത്തേക്കുന്നത്. ഒരു 2 രൂപയുടെ പോലും റിബൺ ആവുന്നില്ല നമുക്കിതിന് കേട്ടോ. 21 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അതുപോലെ തന്നെ നമുക്ക് വലിയ ചിലവുകളൊന്നും ഇതിന് വരുന്നില്ല. നമുക്കൊരു 15 രൂപ ഈ ഒരു ക്ലിപ്പിൻ്റെ പുറത്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ അറ്റം വരെ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം ഇപ്പുറത്തറ്റം നമ്മൾ കണ്ടുപിടിച്ചിട്ട് 2 അറ്റങ്ങളും കൂടെ നമുക്കൊന്ന് വലിച്ചു കൊടുക്കാം. 2 നൂലും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെ വലിച്ചു കൊടുക്കും. നമ്മുടെ ആ നടുക്കത്തെ ആ ഒരു കുഞ്ഞു വട്ടം ഉണ്ടല്ലോ, അതങ്ങ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ അങ്ങനെ മാക്സിമം നമ്മൾ മുറുക്കി നമ്മൾ കെട്ടിക്കൊടുക്കാം കേട്ടോ. മാക്സിമം വലിച്ച് നന്നായിട്ട് മുറുക്കി കെട്ടിക്കൊടുക്കണം. നൂല് നമ്മുടെ സൂചി കട്ട് ചെയ്തിട്ടാട്ടോ നമ്മൾ ആ നൂല് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഇറുക്കി കെട്ടിക്കൊടുക്കുക. നന്നായിട്ട് ഇറുക്കി കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇറുക്കി കെട്ടിക്കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇതളുകളൊന്നും അതിനകത്ത് ആവാൻ പാടില്ല കേട്ടോ. കെട്ടുന്ന ആ ഒരു ഇതിലൊന്നും ആവാൻ പാടില്ല. വളരെ സിമ്പിളാണ്, എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം തുടക്കക്കാരാണെങ്കിൽ ഒരു ചെറിയ ടഫ് വരും. കാര്യം എന്ന് പറഞ്ഞാൽ വെട്ടുമ്പോഴും അതുപോലെ തന്നെ ഉരുക്കിയെടുക്കുമ്പോൾ ചിലപ്പോൾ അകത്തോട്ടും പുറത്തോട്ടും ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. ചെറുതായിട്ടൊക്കെ ഉള്ളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ. ചെറുതായിട്ട് നമുക്കൊരു ഉരുക്കുമ്പോൾ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നത് മൈൻഡ് ചെയ്യേ വേണ്ട, അതൊന്നും അറിയാൻ പോകുന്നില്ല കേട്ടോ. ഇങ്ങനെ കെട്ടി കഴിയുമ്പോൾ അത് അറിയാനേ പോകുന്നില്ല. പക്ഷേ ഒരുപാട് അങ്ങ് അകത്തോട്ട് കയറി പോകുമ്പോൾ, ഉരുക്കുന്ന സമയത്ത് ഒരുപാട് അകത്തോട്ട് കയറി പോകണമെങ്കിൽ അത് പിന്നെ ഉപയോഗിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഒരു പാളിച്ചയൊക്കെ വരും. അതിന് എത്ര പെർഫെക്റ്റ് ആയാലും, നമ്മൾ എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും ചെറുതായിട്ട് നമുക്ക് ഉരുക്കുമ്പോൾ അകത്തോട്ടൊക്കെ കയറി പോകാറുണ്ട് കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്, തീർന്നിട്ടില്ല. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ചെറിയൊരു വർക്കും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇതുപോലത്തെ സ്റ്റോണോ അല്ലെങ്കിൽ മുത്തുകളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് അതിൻ്റെ നടുക്ക് ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഈ സ്റ്റോണൊക്കെ നമുക്ക് വളരെ വില കുറഞ്ഞ റേറ്റിൽ കിട്ടും കേട്ടോ. ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ വില കുറഞ്ഞ റേറ്റിൽ കിട്ടും നമുക്ക്. അപ്പം ആ ഒരു സ്റ്റോൺ നമുക്ക് ഇതിനകത്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ സ്റ്റോണിന് നമ്മൾ ഒട്ടിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കാശ് കൂടുതൽ മേടിക്കാൻ പറ്റും. 5 രൂപയെങ്കിലും നമുക്ക് കൂടുതലായിട്ട് മേടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സ്റ്റോൺ വെക്കുമ്പോൾ തന്നെ നല്ലൊരു ചന്തം വരുന്നുണ്ട്, നല്ല ഭംഗി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലെയിനായിട്ട് ഉപയോഗിക്കണമെങ്കിൽ പ്ലെയിനായിട്ട് ഉപയോഗിക്കാം. നടുക്ക് വേണമെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളർ മുത്ത് വെച്ച് കൊടുത്താലും അതിലെ വൈറ്റ് മുത്ത് വെച്ച് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ എനിക്ക് ഈ ഒരു സ്റ്റോണിനകത്തൊക്കെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഹെയർ ബോയിൽ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. സാറ്റിൻ കവേർഡ് ബോയിൽ നമുക്ക് ഒരു സൈഡിലായിട്ട് ഇത് വെച്ച് കൊടുക്കാം.
ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ അലിഗേറ്റർ ക്ലിപ്പിനകത്ത് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് ഹെയർ ബാൻഡിനകത്ത് ഹെയർ ബണ്ണിനകത്തൊക്കെ നമുക്ക് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലവറാണ്. നമുക്ക് എന്താണ് ഞാൻ എപ്പോഴും പറയാൻ നമുക്ക് നമ്മുടെ എന്താണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ഫ്രോക്കൊക്കെ തയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ടൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഹെയർ ബണ്ണിലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. ഇതുപോലത്തെ ഹെയർ ബണ്ണ് 20 രൂപയുടെ പാക്കറ്റ് 10 എണ്ണം വെച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് തുന്നി പിടിപ്പിക്കാം കേട്ടോ, അല്ലെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. ഇതുപോലത്തെ ഹെയർ ബണ്ണിലൊക്കെ നമ്മൾ വെക്കുമ്പോൾ നമ്മൾ തയ്ച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാൻ ഇതുപോലത്തെ ഒരു അലിഗേറ്റർ ക്ലിപ്പിനകത്താണ് കേട്ടോ ഇത് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം വേണ്ട അലിഗേറ്റർ ക്ലിപ്പിനകത്ത് നന്നായിട്ട് പശ തേച്ച് കൊടുക്കാം. നന്നായിട്ട് പശ തേച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ നമ്മൾ പശ തേക്കുമ്പോൾ ഒരു പിശുക്കും കാണിക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മറ്റേ ഫെൽറ്റ് ഷീറ്റൊന്നും ഉപയോഗിക്കാത്ത പക്ഷം നന്നായിട്ട് പശ തേച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. പിന്നെ അത് ഫെൽറ്റ് ഷീറ്റിനൊന്നും ആവശ്യമില്ല, വലുതായിട്ട് വെയിറ്റ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ ഇരുന്നോളും കേട്ടോ. നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ലുക്കായിട്ട് ഇതുപോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഒട്ടിച്ച് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഒട്ടിയതിന് ശേഷം മാത്രമേ വലിച്ചു പൊക്കാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇളകി വരും കേട്ടോ. അപ്പം വേണ്ട നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതുപോലാണ് കേട്ടോ ഇരിക്കുന്നത്. നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. അടിഭാഗം വന്നിട്ട് ഇതുപോലെ ഇരിക്കും കേട്ടോ. ബാക്ക് വശം വന്നിട്ട് ഇതുപോലെ ഇരിക്കും. നല്ല രസമാണ് കാണാൻ വേണ്ടി. ആ ഒരു റിബണിൻ്റെ ഭംഗിയുണ്ടോ, അതായത് ക്വാളിറ്റി ഉള്ള സാറ്റൻ ബോയാണ് അല്ല സാറ്റൻ റിബണാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതിൻ്റെയാണ് ആ ഒരു ഭംഗി വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ നല്ലതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗി കൂടും കേട്ടോ. നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഒന്നും അറിയാത്തവർക്ക് പോലും വീട്ടിലിരുന്ന് 10 പൈസ ഉണ്ടാക്കാൻ ഇത് മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പുറത്തൊരു 15 രൂപ അല്ലെങ്കിൽ 20 രൂപയൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. സെറ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 20 രൂപ നമുക്ക് എങ്ങനെ പോയാലും കിട്ടും കേട്ടോ. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം കളർഫുള്ളായിട്ടുള്ള റിബൺ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ 4 സെൻറ്റിമീറ്റർ വീതിയിലുള്ള ക്ലോത്ത് എടുത്താലും മതി കേട്ടോ. കളർഫുള്ളായിട്ടുള്ള ക്ലോത്ത് എടുത്താലും മതി. ഓർഗൻസ റിബണിലൊക്കെ ഇത് ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ. ഞാൻ ഓർഗൻസ റിബണൊന്നും അങ്ങനെ എടുത്ത് വെക്കാറില്ല, അതൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഓർഗൻസ റിബണിലൊക്കെ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ കിട്ടും. സാറ്റൻ റിബണിലും സൂപ്പറാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല രസമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് നിർത്തുന്നു കേട്ടോ. അപ്പോൾ ബൈ.